ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ യുവതി മരിച്ച സംഭവത്തിൽ ജനകീയ പ്രതിഷേധം. കാട്ടാന ആക്രമണത്തിന് കൃത്യമായ പരിഹാരം നിർദ്ദേശിക്കാതെ മൃതദേഹം തിരികെ ഏറ്റെടുക്കില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. കുട്ടിയുടെ ഭാവിയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇന്ന് രാവിലെയാണ് ചിന്നക്കനാൽ സൂര്യനെല്ലി സ്വദേശിയായ മാരി കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. മകനെ സ്കൂളിൽ അയക്കാൻ പോകുന്നതിനായി റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. കനത്ത മൂടൽമഞ്ഞ് കാരണം റോഡിൽ നിലയുറപ്പിച്ചിരുന്ന ആനകളെ കാണാൻ ഇവർക്ക് സാധിച്ചില്ല. സംഭവത്തിൽ പരിക്കേറ്റ കുട്ടി ചികിത്സയിലാണ്. മാരിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനും തുടർ നടപടികൾക്കുമായി വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിലായിരുന്നു നാട്ടുകാർ. പിന്നീട് ചർച്ചയെ തുടർന്നാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കിയിലേക്ക് കൊണ്ടുപോയത്. ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തുകളിലെ കാട്ടാന പ്രശ്നത്തിന് പരിഹാരം നിർദ്ദേശിക്കാതെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അതിന് തീരുമാനം ആയിട്ട് മാത്രമേ ഞങ്ങൾ ആ ബോഡി മേടിക്കത്തുള്ളൂ. അതിനുള്ള തീരുമാനങ്ങൾ എടുത്തതിന് ശേഷം മാത്രം. മൂത്ത കുട്ടിക്ക് കുഴപ്പമില്ലാതെ കമ്പനി ആശുപത്രി തന്നെയുണ്ട്. ഇളയ കുട്ടീനെ അടിമാലിക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആക്രമണത്തിൽ പരിക്കേറ്റ കുട്ടിയുടെ ചികിത്സ, ഭാവി തുടങ്ങിയ കാര്യങ്ങളിൽ സർക്കാർ ഉറപ്പ് കിട്ടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഈ രീതിയിൽ ഇത് തുടരുന്നത് ശരിയാകത്തില്ല. ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം. മാത്രമല്ല, ഈ മരണപ്പെട്ടു പോയ ഇവർക്കും കുട്ടികൾക്കും അർഹമായ നഷ്ടപരിഹാരം കൊടുക്കണം. ഇത് തന്നെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ പൊതുജനങ്ങളുടെ ആവശ്യം. മാത്രമല്ല, തുടർന്നുള്ള കാട്ടാനയുടെ ശല്യത്തിൽ നിന്നും ഇവിടുത്തെ ജനസമൂഹത്തിന്, അതുപോലെ തന്നെ ടൂറിസ്റ്റ് മേഖലകളിൽ ടൂറിസ്റ്റ് വാഹനങ്ങളൊക്കെ തടയുന്നുണ്ട് ആനകൾ. ഇതെല്ലാം വലിയ ശല്യമായിട്ട് മാറിയിരിക്കുകയാണ്. മൊത്തത്തിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുവാൻ വനം വകുപ്പ് ഉത്തരവാദിത്വപരമായിട്ട് പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സംസ്ഥാനത്ത് ഏറ്റവും അധികം കാട്ടാനാക്രമണം ഉണ്ടാകുന്ന മേഖലയാണ് മതികിട്ടാൻ ചോല ദേശീയോദ്യാനത്തോട് ചേർന്ന് കിടക്കുന്ന ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തുകൾ. വർഷങ്ങൾക്ക് മുൻപ് ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് അരിക്കൊമ്പനെ കാടുകടത്തിയപ്പോൾ മറ്റ് ഒറ്റയാന്മാരെ റേഡിയോ കോളർ ഘടിപ്പിച്ച് നിരീക്ഷിക്കുമെന്നും ആനകളുടെ സാന്നിധ്യം എവിടെയെന്ന് അറിയുന്നതിന് സംവിധാനം ഏർപ്പെടുത്തുമെന്നും കാർഷിക ജനവാസ മേഖലയ്ക്ക് ചുറ്റും സോളാർ ഫെൻസിംഗ് നിർമ്മിക്കുമെന്നും പ്രഖ്യാപനമുണ്ടായിരുന്നു. എന്നാൽ ഒന്നും നടപ്പായില്ല. നിലവിൽ RRT സംഘത്തിന് ആനകളെ തുരത്താൻ ആവശ്യമായ ആയുധങ്ങൾ പോലും ഇല്ലാത്ത അവസ്ഥയാണുള്ളത്. പരിഹാരം കിട്ടിയിട്ട് ഈ ബോഡി ഇവിടെ എടുപ്പിക്കുള്ളൂ. അല്ലാതെ ഒരു തീരുമാനം എഴുതി തന്നിട്ട് വാക്കാല പറഞ്ഞിട്ട് നടപ്പിലാക്കാൻ പറ്റുന്ന പദ്ധതി ഇവരെ കൊണ്ട് നടപ്പിലാക്കാൻ പറ്റുമോ ഇല്ലോ എന്ന് രണ്ടിലൊന്നും അറിഞ്ഞാൽ മതി. എനിക്ക് വേറൊന്നും പറയാനായിട്ടുള്ളൂ. ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉറച്ച തീരുമാനം. RRTക്ക് യാതൊരുവിധ മാനദണ്ഡങ്ങളും കൊടുത്തില്ല. റബ്ബർ ബുള്ളറ്റ് ഡിയോഫോഡയില്, ഗണ്ണ് ഡിയോഫോഡയില്, ഇവന്മാർ ഈ അക്രമശക്തമായ 3 ആനനെ ഏത് രീതിയിൽ ഇവന്മാർ ഓടിക്കും? അപകടം നടക്കുമ്പോൾ ഉണ്ടാകുന്ന സ്ഥിരം വാഗ്ദാനമല്ലാതെ കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ മൃതദേഹം ഏറ്റെടുക്കില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ. ന്യൂസ് 18 ഇടുക്കി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.